ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റീസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിലെ തന്നെ പുതിയൊരു ടോപ്പിക്കാണ്, കമ്പനി അക്കൗണ്ട്സ്. അപ്പോൾ കമ്പനി അക്കൗണ്ട്സ് എന്താണ് എന്നും അതുപോലെ തന്നെ എന്താണ് ഒരു കമ്പനി, അതുപോലെ കമ്പനിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെയറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കമ്പനി എന്ന് നമുക്കറിയാം. കമ്പനി ലോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണ് എന്ന് നമുക്കറിയാം അല്ലേ. കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ കമ്പനി ഒരു നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി എന്ന് നമുക്കറിയാം. നമ്മളിവിടെയുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയറാണ് ഈ ഒരു മൊഡ്യൂളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റേഴ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് പ്രൊസീജിയർ പഠിക്കണമെങ്കിൽ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ഷെയർ ഇഷ്യൂ ചെയ്താണ് അവർ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അല്ലേ. അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഷെയർ അല്ലെങ്കിൽ പബ്ലിക്കിൽ ഷെയർ ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ സമാഹരിച്ചാണ് ഒരു കമ്പനി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് ഈ ഷെയർസ് ഏതൊക്കെ തരത്തിലാണ് ഉള്ളത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷെയർസ് ഓഫ് എ കമ്പനി ആണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ. നമ്മൾ കമ്പനിയുടെ ക്യാപിറ്റലിനെ ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. കാരണം എന്താ, ക്യാപിറ്റൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് വരുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ കമ്പനിയുടെ കേസിൽ നമ്മൾ ക്യാപിറ്റലിന് പകരം ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അതായത് ഓരോ ഷെയറിൽ നിന്നും ക്യാപിറ്റൽ സമാഹരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ക്യാപിറ്റലിനെ നമ്മൾ പറയുന്ന പേര് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി എന്നാണ് പറയുന്നത്. അത് തന്നെ പല തരത്തിലാണുള്ളത്. ആദ്യത്തെയാണ് ക്ലാസിഫിക്കേഷൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ മറ്റ് രണ്ട് പേരുകളുണ്ട്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നോ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നോ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്നോ നമ്മൾ അറിയപ്പെടുന്നു. അപ്പം എഴുതി വെച്ച് പഠിക്കുക. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ. എന്താണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്താണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, നോമിനൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. മറന്നു പോകരുത്, ഇതെന്താണ് മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ബൈ എ കമ്പനി ബൈ ദി ഇഷ്യൂ ഓഫ് ഷെയർസ്. അതായത് ഒരു കമ്പനി ആ കമ്പനിയുടെ ലൈഫ് പീരീഡിൽ ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, അതും അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ടേം നിങ്ങൾ ഓർത്തിരിക്കുക. മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു കമ്പനിക്ക് അത് എത്ര നാൾ വർക്ക് ചെയ്യുന്നോ, അതായത് ഇപ്പോൾ ഒരു 100 വർഷമാണ് ഒരു കമ്പനിയുടെ ലൈഫ് എങ്കിൽ ആ 100 വർഷം കൊണ്ട് ഷെയർ ഇഷ്യൂ ചെയ്ത് ആ ഒരു കമ്പനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞത്, മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്താണ്, ഇറ്റ് ഈസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ബൈ എ കമ്പനി ബൈ ദി ഇഷ്യൂ ഓഫ് ഷെയർസ്. ദിസ് ഈസ് എമൗണ്ട് അല്ലെങ്കിൽ ഈ എമൗണ്ട് എവിടെ മെൻഷൻ ചെയ്തിരിക്കണം, ക്യാപിറ്റൽ ക്ലോസ് ഓഫ് ദി മെമ്മോറാണ്ടം ഓഫ് ദി കമ്പനി. അതായത് വലിയൊരു എമൗണ്ട് ആയിരിക്കില്ലേ, കാരണം ഒരു കമ്പനിയുടെ ലൈഫ് ലോങ്ങിലേക്ക് എത്ര അല്ലെങ്കിൽ ആ ഒരു പീരീഡിനുള്ളിൽ എത്ര ക്യാപിറ്റൽ കളക്ട് ചെയ്യണം എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ അത് ഉറപ്പായിട്ടും നമ്മുടെ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ക്യാപിറ്റൽ ക്ലോസിൽ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എവിടെ മെൻഷൻ ചെയ്തിരിക്കണം, ക്യാപിറ്റൽ ക്ലോസിൽ മെൻഷൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്ലോസിൽ മെൻഷൻ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ആണ്, ഓതറൈസ്ഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ്. രജിസ്റ്റേർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ എവിടെയാണ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ക്യാപിറ്റൽ ക്ലോസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പാർട്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് ഷെയർസ് ഗിവൺ ദെയർ ഈസ് നോൺ ആസ് ദ ഫേസ് വാല്യൂ ഓർ പാർ വാല്യൂ. എന്താണ് ഇവിടെ നമ്മൾ ഗിവൺ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ഷെയറിന്റെ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മെൻഷൻ ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ ക്ലോസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഷെയർ ക്യാപിറ്റൽ ആയിട്ടുള്ള ഓതറൈസ്ഡ് ക്യാപിറ്റലിനകത്ത് ഒരു ഷെയറിന്റെ വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ എന്നാണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റലിനകത്ത് തന്നെ നമ്മൾ ആദ്യം പഠിച്ചത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണ് ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ബൈ എ കമ്പനി ബൈ ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. അതുപോലെ തന്നെ ഇത് എവിടെ മെൻഷൻ ചെയ്തിരിക്കണം, നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ക്യാപിറ്റൽ ക്ലോസിൽ ഉറപ്പായിട്ട് ഇത് മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ദ വാല്യൂ ഓഫ് എ ഷെയർ ഗിവൺ ദെയറിൻ ഈസ് നോൺ ആസ് ദ ഫേസ് വാല്യൂ ഓർ
പാർ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കുന്നത് ഇഷ്യൂഡ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ എന്താണ്? ആദ്യം ഓതറൈസ്ഡ് ക്യാപിറ്റൽ പറഞ്ഞു. അതായത് ഒരു കമ്പനിക്ക് അവരുടെ ലൈഫ് ലോങ്ങിലേക്ക് എന്താണ് മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, എത്രമാത്രം ക്യാപിറ്റൽ അല്ലെങ്കിൽ എത്രമാത്രം ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ കളക്ട് ചെയ്യാമോ അതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിനുശേഷം അതിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഇഷ്യൂഡ് ക്യാപിറ്റൽ. അതായത് ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഫുൾ അത്രയും ഒറ്റത്തവണ ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യോ? ഇല്ല. അതിന്റെ ഒരു പാർട്ട് നമ്മൾ എന്ത് ചെയ്യും? കമ്പനി അവർക്ക് ക്യാപിറ്റൽ ആവശ്യമുള്ള സമയത്ത് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? പബ്ലിക് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കമ്പനി ഇതിന്റെ ഒരു പാർട്ട് ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇത് ഇഷ്യൂ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പബ്ലിക് ഈ ഷെയർസ് വാങ്ങിച്ച് ആ ഫണ്ട് കമ്പനി സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്താണ്? ഇഷ്യൂഡ് ക്യാപിറ്റൽ ഇസ് ദി ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് which is offered for subscription to the public. എന്താണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഷെയർസിന്റെ ഫേസ് വാല്യൂ ആണ്. അതെന്താണ്? സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്തതാണ് ഏതെന്ന് പറയുന്നത് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഓതറൈസ്ഡ് ക്യാപിറ്റൽ, അതിന്റെ ഒരു ഭാഗം നമ്മുടെ കമ്പനി എന്ത് ചെയ്യാണ്? തീരുമാനിക്കുകയാണ് പബ്ലിക്കിന് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓഫർ ചെയ്തു പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഓഫർ ചെയ്ത പോർഷനെ നമുക്ക് എന്തെന്ന് പറയാം? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, ഇഷ്യൂഡ് ക്യാപിറ്റൽ ഇസ് ദി ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് വിച്ച് ഈസ് ഓഫേർഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ ടു ദി പബ്ലിക്. ദ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, നമ്മൾ ആദ്യം പറഞ്ഞു ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു പാർട്ടാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. ഇനി ബാക്കി ബാലൻസ് ഉണ്ടല്ലോ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഫുള്ളും നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ ബാലൻസ് ഇരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത പറയുന്നത്. ദ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ നോട്ട് ഓഫേർഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ. എന്താണ്? നോട്ട് ഓഫേർഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ ടു ദി പബ്ലിക് ഈസ് നോൺ ആസ് എന്തായിരിക്കും? അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. അപ്പൊ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് ഓഫർ ചെയ്തതാണ് എങ്കിൽ പബ്ലിക്കിന് ഓഫർ ചെയ്യാതിരിക്കുന്ന പോർഷനെ നമുക്ക് എന്തെന്ന് പറയാം? അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു എന്താണ്? മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണ് എന്ന് പറഞ്ഞു. രണ്ടാമത് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു പാർട്ടാണ്. അത് നമ്മൾ പബ്ലിക്കിലേക്ക് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ഓഫർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇനി ഓഫർ ചെയ്യാതെ ഇരിക്കുന്ന പോർഷനെ നമുക്ക് എന്തെന്ന് പറയാം? അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ഓതറൈസ്ഡ് ക്യാപിറ്റൽ പറഞ്ഞു. ഓക്കെ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ തന്നെ രണ്ട് പാർട്ടായിട്ട് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഇഷ്യൂഡ് ക്യാപിറ്റലും അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ട്, അതായത് ഓഫർ ചെയ്യാത്ത ആ പാർട്ടിനെ നമുക്ക് എന്തെന്ന് പറയാം? അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ രണ്ട് ഭാഗമായിട്ട് നമുക്ക് തിരിക്കാം. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നും അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നും. അതിൽ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്താണ്? നമ്മുടെ പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓഫർ ചെയ്ത പോർഷൻ ഓഫ് ക്യാപിറ്റലിനെയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഓഫർ ചെയ്യാത്ത ആ പോർഷൻ ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റലിന് നമുക്ക് എന്തെന്ന് പറയാം? അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മുടെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആണ്. അതായത് ഇഷ്യൂ ചെയ്തതിൽ ഫുള്ളും ചിലപ്പോൾ നമ്മുടെ പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്നില്ല, ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തായാലും ഇഷ്യൂഡ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ ആണ് ഏതെന്ന് പറയുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇഷ്യൂ ചെയ്തതിൽ എത്രമാത്രം പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തോ ആ സബ്സ്ക്രൈബ് ചെയ്ത പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പേരിൽ തന്നെ എല്ലാം ഉണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്താണ്? ഇറ്റ് ഈസ് ദി ഫേസ് ഓർ നോമിനൽ വാല്യൂ ഓഫ് ഷെയർ സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക്. എന്താണ്? ഇറ്റ് ഈസ് ദി ഫേസ് വാല്യൂ ഓർ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക് എന്നാണ് പറഞ്ഞത് അല്ലേ. പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത പോർഷൻ ഓഫ് ഷെയർസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇഷ്യൂഡ് ക്യാപിറ്റലിനെയാണ് എന്തായിട്ട് തിരിക്കാൻ പറ്റുന്നത്? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആയിട്ട് തിരിക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ ഫുൾ ആയിരിക്കാം, അത് ഡിപ്പെൻഡ് ആണ് അല്ലെ. ചിലപ്പം പകുതി ആയിരിക്കാം അല്ലെ. അപ്പോൾ ഇതിനെ ഒരു ഭാഗം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഭാഗത്തെ നമുക്ക് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്താണ്? പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത പോർഷൻ ഓഫ് ക്യാപിറ്റൽ ആണ്. പോർഷൻ ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ആണ് ഏതെന്ന് പറയുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ ഇൻക്ലൂഡ് ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. എന്താണ്?
കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കാം. അതായത് എപ്പോഴും നമ്മുടെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്ന രീതി മാത്രമല്ല, അതായത് ഇഷ്യൂ ഫോർ ക്യാഷ് മാത്രമല്ല വരുന്നത്, കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷും വരാറുണ്ട്. അതായത് എന്താണ്, നമ്മുടെ ബിസിനസ്സിന് ഏതെങ്കിലുമൊക്കെ അസറ്റ് ആവശ്യമായിട്ട് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു ബിസിനസ്സിനെ തന്നെ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിന് പകരം നമ്മുടെ ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിട്ട് ഒരു അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ആ ഷെയർ ഇഷ്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം, കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഇവിടെ നമുക്ക് ക്യാഷ് കിട്ടിയോ? ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ ഒരു അസറ്റ് ആണ് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല, ഒരു അസറ്റ് ആണ് കിട്ടിയത്. അപ്പോൾ അതർ ദാൻ ക്യാഷ് ആണ്, ക്യാഷ് അല്ലാതെ വേറെ എന്തോ നമുക്ക് എന്ത് കിട്ടി, കൺസിഡറേഷൻ ആയിട്ട് കിട്ടി. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്ത് വേറെ എന്തെങ്കിലും ക്യാഷ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ ഇഷ്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം, കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറയാം. അപ്പോൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിനകത്ത് എന്തുകൊണ്ട്, ഇതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് അസറ്റുകളോ അല്ലെങ്കിൽ ബിസിനസ്സുകളോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസും എവിടെ വരുന്നുണ്ട്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിനകത്തുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്, ദിസ് ഓൾസോ ഇൻക്ലൂഡ് ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഒരു 1,00,000 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തത് ഒരു 50,000 രൂപയും, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെണ്ടർക്ക് ഒരു 10,000 രൂപയും കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എടുക്കുകയാണെങ്കിൽ അത് 60,000 ആണ്. അല്ലാണ്ട് പബ്ലിക് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തത്, അതായത് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തത് മാത്രമാണ് എന്ന് വിചാരിക്കരുത്. എന്തായിരിക്കും, 10,000 രൂപയ്ക്ക് നമ്മൾ ആർക്ക് കൊടുത്തു, വെണ്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്, നമുക്ക് അസറ്റുകൾ തരുന്ന വ്യക്തി. അതായത് ക്യാഷ്, നമ്മളൊരു അസറ്റ് വാങ്ങിച്ചിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ അസറ്റ് നമുക്ക് വിറ്റ ആളില്ലേ, അല്ലെങ്കിൽ സെല്ലർ എന്ന് പറഞ്ഞാലും മതി, ആ വെണ്ടറെയാണ് നമ്മൾ പറഞ്ഞത് 10,000 രൂപയ്ക്ക് ഉള്ള ഷെയർ വെണ്ടർക്കും കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എത്രയുണ്ട്, 60,000 രൂപയുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇവിടെ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷും എവിടെ വരുന്നുണ്ട്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വരുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. Then the balance of issued capital not subscribed by the public is called unsubscribed capital. എന്താണ്, ഇനി ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിനകത്ത് ബാലൻസ് ഉണ്ട് എങ്കിൽ, അതായത് ഇഷ്യൂ ചെയ്ത ഫുള്ളും സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആയിട്ടില്ല എങ്കിൽ ബാലൻസ് ഇരിക്കുന്ന പോർഷനെ നമുക്ക് എന്തെന്ന് പറയാം, അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇഷ്യൂഡ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ മാത്രമാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എങ്കിൽ ബാലൻസ് ഇരിക്കുന്ന പോർഷനെ, അതായത് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്ത പോർഷനെ നമുക്ക് എന്തെന്ന് പറയാം, അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പൊ ഇതിൽ രണ്ടാമത് എന്ത് വരും, അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വരും. ഓക്കെ, അപ്പോൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ തന്നെ രണ്ടായിട്ട് തിരിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫുള്ളും സബ്സ്ക്രൈബ് ആവാം അല്ലേ, അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ മാത്രമാണുള്ളത്. ഇൻ കേസ് ഒരു പോർഷൻ ഓഫ് ക്യാപിറ്റൽ മാത്രമാണ് സബ്സ്ക്രൈബ്ഡ് ആവുന്നതെങ്കിൽ ബാലൻസ് ഇരിക്കുന്ന പോർഷനെ നമുക്ക് എന്തെന്ന് പറയാം, അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റലിനകത്ത് ചിലപ്പോൾ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ടാവാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിനകത്ത് ചിലപ്പോൾ അൺസബ്സ്ക്രൈബ്ഡ് അല്ലെങ്കിൽ അതിന്റെ ബാലൻസ് ഇരിക്കുന്നത് അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഉണ്ടാകാം. അതിനുശേഷം വരുന്നതാണ് നാലാമത്തെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. അതായത് ഇപ്പൊ ഏത് സ്റ്റേജിൽ നിൽക്കുകയാണ്, നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ സെറ്റ് ചെയ്തു, അതിന്റെ ഒരു പോർഷൻ കമ്പനി ഇഷ്യൂ ചെയ്തതിന്റെ ഒരു പോർഷൻ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കുക. ദെൻ അതിനുശേഷം കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കമ്പനി പിന്നീട് ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ കോൾ മണി ആയിട്ട് എന്ത് ചെയ്യും, ഈ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എമൗണ്ട് കളക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ എത്രമാത്രം എമൗണ്ട് കളക്ട് ചെയ്തോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. നോക്കാം, കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ദ ഡയറക്ടേഴ്സ് ഡിമാൻഡ്, മറന്നു പോകരുത്, വിച്ച് ദി ഡയറക്ടേഴ്സ് ഡിമാൻഡ് ഇൻ ഓർഡർ ടു മീറ്റ് ദി ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ഓഫ് ദി കമ്പനി. അതായത് ഇനി എത്രയാണോ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത്, പബ്ലിക്കിന്റെ അടിക്ക് പറയാണ്, നമുക്കറിയാം ഒരു ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എമൗണ്ടും ഒറ്റയടിക്കല്ല നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നത്, റേസ് ചെയ്യുന്നത്, അതിനെ പാർട്ടാക്കിയിട്ടാണ്. ഇപ്പൊ ആപ്ലിക്കേഷൻ മണിയായിട്ട് കുറച്ച് എമൗണ്ട് സ്വീകരിക്കുന്നു, ദെൻ അലോട്ട്മെന്റ് മണിയായിട്ട് സ്വീകരിക്കുന്നു, ബാക്കിയുള്ളത് കോൾസുകളായിട്ട്, ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, അതുപോലെയുള്ള കോളുകളായിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പൊ എത്രമാത്രം പോർഷൻ ആണോ ഇവർ വിളിച്ചത് അല്ലെങ്കിൽ എത്രമാത്രം പോർഷൻ ആണോ ഇവർ ഡിമാൻഡ് ചെയ്തത്, ആ ഡിമാൻഡ് ചെയ്ത ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പൊ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തിന്റെ
പോർഷൻ ആയിരിക്കും? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗമായിരിക്കും ഏതെന്ന് പറയുന്നത്? കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആണ് കമ്പനി എന്ത് ചെയ്യുന്നത്? ഡിമാൻഡ് ചെയ്യുന്നത്. പബ്ലിക്കിന്റെ അടുത്ത് പറയാണ്, നിങ്ങൾ ഇത്രയും രൂപ കൊണ്ടുവന്ന് അടയ്ക്കൂ, അല്ലെങ്കിൽ അലോട്ട്മെന്റ് മണി ആയിട്ട് ഫസ്റ്റ് കോൾ ആയിട്ട് ഇത്രയും രൂപ അടയ്ക്കൂ എന്ന് ഡിമാൻഡ് ചെയ്യുന്ന പോർഷൻ ഓഫ് ക്യാപിറ്റൽ ആണ് ഏതെന്ന് പറയുന്നത്? കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ ബാലൻസ് ഓഫ് ദി സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് നോട്ട് ബീൻ കോൾഡ് അപ്പ് ഈസ് റിഫേർഡ് ആസ് അൺകോൾഡ് ക്യാപിറ്റൽ. എന്താണ്? ഇനിയും വിളിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇനിയും ഡിമാൻഡ് ചെയ്തിട്ടില്ലാത്ത പോർഷൻ ഓഫ് ക്യാപിറ്റലിനെ നമുക്ക് എന്തെന്ന് പറയാം? അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പൊ എന്താണ്? നമ്മുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിനെ എഗെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിനകത്ത് കമ്പനി എത്രമാത്രം ഡിമാൻഡ് ചെയ്തോ അതിനെ നമുക്ക് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, ഇനി ഡിമാൻഡ് ചെയ്യാതിരിക്കുന്ന പോർഷനെ നമുക്ക് എന്തെന്ന് പറയാം? അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അൺകോൾഡ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ എത്രമാത്രം എമൗണ്ട് ആണോ വിളിച്ചത് അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്തത് അതിനെ നമുക്ക് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്നും, ഇനി വിളിക്കാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യാതെ ഇരിക്കുന്ന പോർഷൻ ഓഫ് ക്യാപിറ്റലിനെ നമുക്ക് അൺകോൾഡ് ക്യാപിറ്റൽ എന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്ക് നോക്കാം, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആണ്. എന്താണ്? അഞ്ചാമത്തതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. കമ്പനി ഡിമാൻഡ് ചെയ്തു. ഓക്കെ, ഡിമാൻഡ് ചെയ്തിട്ട് എത്രമാത്രം പെയ്ഡ് ചെയ്തു അല്ലെങ്കിൽ പബ്ലിക് എത്രമാത്രം കൊടുത്തു. ഓക്കെ, അപ്പൊ ആ കൊടുത്ത എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ കോൾ ചെയ്ത അല്ലെങ്കിൽ കോൾഡ് അപ്പ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ ആയിരിക്കും ഏതെന്ന് പറയുന്നത്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് കമ്പനി എത്രയാണോ ഡിമാൻഡ് ചെയ്തത് അതിൽ എത്രമാത്രം പബ്ലിക് കൊടുത്തു, ആ കൊടുത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. നോക്കാം, ദാറ്റ് പോർഷൻ ഓഫ് ദി കോൾഡ് അപ്പ് ക്യാപിറ്റൽ. എന്താണ്? കോൾഡ് അപ്പ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ ആണ് ഏതെന്ന് പറയുന്നത്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് ഓഫ് ദി കമ്പനി വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. എന്താണ്? വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. നമ്മുടെ പബ്ലിക് ആദ്യം തന്നെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അയച്ച് ആപ്ലിക്കേഷൻ മണി കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവരാരാവും? ഷെയർ ഹോൾഡേഴ്സ് ആവും അല്ലേ? അതിനുശേഷം ഓരോ കോളായിട്ടാണ് ഈ ഒരു എമൗണ്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ആദ്യം ഉണ്ടായിരുന്ന ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മണി കൊടുത്ത് വന്ന ഷെയർ ഹോൾഡേഴ്സ് എത്രമാത്രം പെയ്ഡ് അപ്പ് ചെയ്തോ അല്ലെങ്കിൽ അവർ എത്ര പെയ്ഡ് ചെയ്തു, ആക്ച്വലി എത്രയാണ് അവർ പെയ്ഡ് ചെയ്തത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഷെയറിന്റെ വില 10 ആയിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, 10 ആണ് അതിന്റെ ഫേസ് വാല്യൂ. നമ്മുടെ കമ്പനി ഒരു 6 രൂപ വരെ അതിന്റെ വിളിച്ചു, 2 അലോട്ട്മെന്റ് ആയിട്ട് ഒരു 6 രൂപ വിളിച്ചു എങ്കിൽ ഈ 6 ആണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഇതിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഒരു 5 അടച്ചിട്ടുള്ളൂ എങ്കിൽ ഈ 5നെ നമുക്ക് എന്തെന്ന് പറയാം? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇതിപ്പോ ഒരു ഷെയറിന്റെ വിലയാണ് പറഞ്ഞത്, ഇങ്ങനെ ആയിരിക്കില്ല വരുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിക്കുക, 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയറിന്റെ കോൾഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഇത്രയും നാളും കൊണ്ട് ചിലപ്പോൾ ഫസ്റ്റ് 2 ഇൻസ്റ്റാൾമെന്റ് ആയിരിക്കും. നമ്മുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി ആപ്ലിക്കേഷന്റെ കൂടെ വരും, അലോട്ട്മെന്റ് മണിയും ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റും കൂടെ കൂട്ടി 6 രൂപ നമ്മുടെ കമ്പനി വിളിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ നമുക്ക് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. അതിൽ 5 രൂപയാണ് എന്താണ് ഷെയർ ഹോൾഡർ പേ ചെയ്തത് എങ്കിൽ ആ പേ ചെയ്ത ആക്ച്വൽ എമൗണ്ടിനെ നമുക്ക് എന്തെന്ന് പറയാം? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. എന്താണ്? ദാറ്റ് പോർഷൻ ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ആക്ച്വലി എത്ര രൂപയാണോ പേ ചെയ്തത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ദിസ് അൺപെയ്ഡ് പോർഷൻ ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് കോൾഡ് കോൾസ് ഇൻ അരിയർ. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഐറ്റം ആണ് എന്താണ് കോൾസ് ഇൻ അരിയർ. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് കോൾസ് ഇൻ അരിയറുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ശരിയാണോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ദ അൺപെയ്ഡ് പോർഷൻ ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. നമുക്കറിയാം കോൾഡ് അപ്പ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആണ് എങ്കിൽ ബാലൻസ് ഇരിക്കുന്ന പോർഷൻ ആണ് ഏതെന്ന് പറയുന്നത്? അൺപെയ്ഡ് പോർഷൻ. അല്ലെങ്കിൽ അതിനെ നമ്മൾ പറഞ്ഞ പേരെന്താണ്? കോൾസ് ഇൻ അരിയർ എന്നാണ്. അതായത് കൊടുക്കാതെയുള്ളത്. നമ്മളിവിടെ പറഞ്ഞു 6 രൂപ വിളിച്ചിട്ട് 5 രൂപയെ പബ്ലിക് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് കൊടുത്തുള്ളൂ എങ്കിൽ 1 രൂപ ഇപ്പോഴും എന്താണ്? അരിയർ ആണ്. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? കോൾസ് ഇൻ അരിയർ എന്ന് പറയാം. ഡിമാൻഡ് ചെയ്തിട്ടും കൊടുക്കാതെ ഇരിക്കുന്ന പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? കോൾഡ് അപ്പ് ക്യാപിറ്റലിനെയാണ് ഇവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറയുന്നത്. കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ എത്രമാത്രം ആക്ച്വലി പേ ചെയ്തോ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇനി പേ ചെയ്യാതെ ഇരിക്കുന്ന എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെ നമുക്ക് എന്തെന്ന് പറയാം? കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയാം. അരിയർ ആയിട്ടിരിക്കുന്നത്, ഇതുവരെയും കൊടുക്കാതെ ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ കോൾഡ് അപ്പ് ക്യാപിറ്റൽ രണ്ടാക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? പെയ്ഡ് അപ്പ് ക്യാപിറ്റലും അതുപോലെ തന്നെ
കോൾസ് ഇൻ അരിയേഴ്സും ആണ് വരുന്നത്. ഹെൻസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് കോൾസ് ഇൻ അരിയർ. എന്താണ് ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തൊക്കെ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും? കോൾഡ് അപ്പ് ക്യാപിറ്റലും കോൾസ് ഇൻ അരിയേഴ്സും തമ്മിലുള്ള വ്യത്യാസമാണ് ഏതെന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. എത്രമാത്രം നമ്മുടെ കമ്പനി ഡിമാൻഡ് ചെയ്തോ അതും ഇനി എത്രമാത്രം ഇവർ തരാതിരിക്കുന്നോ അതും തമ്മിലുള്ള വ്യത്യാസമാണ് ഏതെന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് കോൾസ് ഇൻ അരിയേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്സിൽ വരുന്നത്. ആദ്യം നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ പറഞ്ഞു അല്ലേ. എന്തായിരുന്നു ഓതറൈസ്ഡ് ക്യാപിറ്റൽ? മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഒരു കമ്പനി അവരുടെ ലൈഫ് ടൈമിൽ എത്രമാത്രം ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് കളക്ട് ചെയ്യുന്നോ അതാണ് നമ്മൾ ഏതെന്ന് പറഞ്ഞത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ അതിന് നമ്മൾ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നോ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്നോ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് അതിൻ്റെ ഒരു പോർഷൻ ആണെന്ന് പറഞ്ഞു. ഏതാണ്? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് നമ്മുടെ കമ്പനി നമ്മുടെ പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓഫർ ചെയ്ത പോർഷൻ ഓഫ് ക്യാപിറ്റൽ ആണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ബാലൻസ് ഇരിക്കുന്ന പോർഷനെ നമുക്ക് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാമെന്ന് പറഞ്ഞു. പിന്നീട് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എത്രമാത്രം നമ്മുടെ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തോ അതിനെയാണ് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഇഷ്യൂഡ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ ആയിരിക്കും ഏതെന്ന് പറയുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത പോർഷൻ, അതായത് പബ്ലിക് വാങ്ങിക്കാത്ത പോർഷനെ നമുക്ക് എന്തെന്ന് പറയാം? അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്തും വരാം, കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറയുന്നതും വരാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ നാലാമതായിട്ട് പറഞ്ഞത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആണ്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ ആണ്. അതെന്താണ്? നമ്മുടെ ഡയറക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യാണ് ഇത്ര എമൗണ്ട് നിങ്ങൾ അടയ്ക്കൂ എന്ന് ഷെയർ ഹോൾഡേഴ്സിനോട് ഡിമാൻഡ് ചെയ്യുന്ന പോർഷൻ ഓഫ് ക്യാപിറ്റലിനെയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഇനി അങ്ങനെ ഡിമാൻഡ് ചെയ്യാതിരിക്കുന്ന പോർഷൻ ഓഫ് ക്യാപിറ്റലിനെ നമുക്ക് എന്തെന്ന് പറയാം? അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആണ്. ഈ ഡിമാൻഡ് ചെയ്തതിൽ എത്രമാത്രം പബ്ലിക് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തോ, ആക്ച്വലി പേ ചെയ്തോ അതിനെ നമുക്ക് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇനി അതിന്റെ ബാലൻസ് ഇരിക്കുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് കോൾസ് ഇൻ അരിയേഴ്സ് ആണ് എന്ന് പറയാം. അപ്പോൾ ഈ 5 ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോന്നും അതിന്റെ ഭാഗമാണ് അല്ലേ, ഓരോന്നിന്റെ പോർഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു ടേം ആണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്താണ് റിസർവ് ക്യാപിറ്റൽ? ദ പാർട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ റിസർവ്ഡ് ഫോർ കോളിംഗ് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. എന്താണ്? നമുക്കറിയാം കോൾഡ് ചെയ്യാതിരിക്കുന്ന പോർഷൻ ഓഫ് ക്യാപിറ്റൽ ഉണ്ടല്ലോ, അൺകോൾഡ് ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞു കമ്പനി ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നതിന് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. ഇനി ഇവർ ഡിമാൻഡ് ചെയ്യാതിരിക്കുന്ന പോർഷൻ ഓഫ് ക്യാപിറ്റൽ വൈൻഡിങ് അപ്പ് സമയത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയാവുന്ന പേരാണ് റിസർവ് ക്യാപിറ്റൽ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ 6 രൂപ വരെ അവർ വിളിച്ചു എന്ന് പറഞ്ഞു അല്ലേ. കോൾഡ് ചെയ്തത് എത്രയാണ്? 6 രൂപ വരെ വിളിച്ചു എന്ന് പറഞ്ഞു. ബാക്കി ഒരു 4 രൂപയില്ലേ, ഒരു ഷെയറിന്റെ പുറത്തൊരു 4 രൂപയുണ്ട്. അതിൽ ഫുള്ളും എന്ന് പറയുന്നില്ല, ചിലപ്പോൾ അവരൊരു 2 രൂപ വൈൻഡിങ് അപ്പ് സമയത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരിക്കും. അങ്ങനെ മാറ്റി വെച്ചാൽ ഈ 2 രൂപയോ ഒരു ഷെയറിന്റെ വിലയായിട്ടുള്ള 2 രൂപയെ നമുക്ക് എന്തെന്ന് പറയാം? റിസർവ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇതിപ്പോ ഒരു ഷെയറിന്റെ കാര്യമാണ്, നമ്പർ ഓഫ് ഷെയർസ് ആയിരിക്കും ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്, അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് വരും. ഓക്കെ, അപ്പോൾ റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺകോൾഡ് ക്യാപിറ്റൽ. എന്താണ്? വിളിക്കാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ബോർഡ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യാതെ ഇരിക്കുന്ന പോർഷൻ ഓഫ് ക്യാപിറ്റൽ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എപ്പോഴത്തേക്കാണ്? മറന്നു പോകരുത്, വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ആ തുകയെ നമുക്ക് എന്തെന്ന് പറയാം? റിസർവ് ക്യാപിറ്റൽ എന്ന് പറയാം. ഈ വൈൻഡിങ് അപ്പ് സമയത്ത് എന്താണ്? അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ കൊടുത്ത് തീർക്കേണ്ടതായിട്ട് വരും. അസറ്റ് വിറ്റ് ലൈബിലിറ്റീസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ചിലപ്പോൾ അസറ്റ് വിറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ അസറ്റിനേക്കാൾ കൂടുതലാണ് ലൈബിലിറ്റി എങ്കിൽ അത് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത്? മാറ്റി വെക്കുന്നത് അല്ലേ. അങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ വൈൻഡിങ് അപ്പിലേക്ക് മാറ്റി വെക്കുന്ന അൺകോൾഡ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. റിസർവ് ക്യാപിറ്റൽ വിൽ ബി കോൾഡ് അപ്പ് ഓൺലി ആഫ്റ്റർ ദി വൈൻഡിങ് അപ്പ് വെൻ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി ആർ ഇൻസഫിഷ്യന്റ് ടു മീറ്റ് ദി ലൈബിലിറ്റീസ്. എന്താണ്? റിസർവ് ക്യാപിറ്റൽ നമ്മൾ എപ്പോഴാണ് പിന്നെ കോൾ ചെയ്യുന്നത്? ആഫ്റ്റർ വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി വൈൻഡ് അപ്പ് ചെയ്തതിന് ശേഷം ഷെയർ ഹോൾഡേഴ്സിനോട് പറയാണ്, നേരത്തെ നമ്മൾ വിളിക്കാനുള്ള 2 രൂപ വിളിക്കുകയാണ്,
ആ വിളിച്ചു കിട്ടുന്ന പൈസ വെച്ച് അവർക്ക് എന്ത് മീറ്റ് ചെയ്യാം? ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാം. എന്ത് കേസിൽ? അസറ്റ്സ് ഇൻസഫിഷ്യന്റ് ആണ് എങ്കിൽ, ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ അത്രയും അസറ്റ് നമുക്ക് റിയലൈസ് ചെയ്ത് കിട്ടിയില്ല എങ്കിൽ, അസറ്റ് ഇൻസഫിഷ്യന്റ് ആണ് എങ്കിൽ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എമൗണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ദ റിസർവ് ക്യാപിറ്റൽ പ്രൊവൈഡ്സ് ആൻ അഡീഷണൽ സെക്യൂരിറ്റി. എന്താണ്? റിസർവ് ക്യാപിറ്റൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഒരു അഡീഷണൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടു ദി ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ്, അതായത് കമ്പനി പൈസ കൊടുക്കാനുള്ളവർ അല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളോ സപ്ലയേഴ്സ് ആണ് അല്ലേ, നമുക്ക് എന്തായാലും നമ്മുടെ ഒരു ലയബിലിറ്റി ആണ്, അവർക്കത് കിട്ടാനുള്ളതാണ്. അപ്പോൾ അവർക്കൊരു അഡീഷണൽ സെക്യൂരിറ്റി ആണ് ഇവർ അൺകോൾഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് വിളിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഷെയർ എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൈസ എന്തായാലും ഇവർ തരും എന്നുള്ളൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഉറപ്പ് ആർക്ക് കിട്ടുന്നു? ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനിക്ക് കിട്ടുന്നു. അപ്പോൾ റിസർവ് ക്യാപിറ്റൽ പ്രൊവൈഡ്സ് ആൻ അഡീഷണൽ സെക്യൂരിറ്റി ടു ദി creditors of the company. That part of the uncalled capital which can be called up at any time. എന്താണ്? ദാറ്റ് പാർട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. നമ്മളിപ്പോൾ പറഞ്ഞ അൺകോൾഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗം എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. വിച്ച് ക്യാൻ ബി കോൾഡ് അപ്പ് അറ്റ് എനി ടൈം എന്നാണ് പറഞ്ഞത്. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എന്നുള്ള ഒരു സ്ഥിതിയിൽ മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയുന്നത് അൺറിസർവ്ഡ് ക്യാപിറ്റൽ എന്നാണ്. ഞാനിവിടെ പറഞ്ഞു 10 രൂപയിൽ 6 രൂപ വിളിച്ചു, 4 രൂപ ബാക്കിയുണ്ട് അല്ലേ. ഈ രണ്ടിനെ ഞാൻ വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രമേ വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയാം. ബാക്കി ഒരു 2 ഉണ്ടല്ലോ, 4-ൽ 2 റിസർവ് ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ, വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരു 2നെ നമുക്ക് എന്തെന്ന് പറയാം? അൺറിസർവ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അത് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, മറ്റേ എനി ടൈം ആണ് അല്ലേ. ഇവിടെ പക്ഷേ എനി ടൈം ആയിരുന്നോ? വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനിയുടെ ടൈമിലാണ് വിളിക്കുന്നത് എങ്കിൽ റിസർവ് ക്യാപിറ്റൽ എന്നും, എനി ടൈമിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ക്യാപിറ്റൽ അല്ലെങ്കിൽ അൺകൗൾഡ് ക്യാപിറ്റലിനെ നമുക്ക് എന്തെന്ന് പറയാം? അൺറിസർവ്ഡ് ക്യാപിറ്റൽ എന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റിസർവ് ക്യാപിറ്റൽ എന്താണ്, അൺറിസർവ് ക്യാപിറ്റൽ എന്താണെന്ന് മറന്നു പോകരുത്. റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മാറ്റി വെച്ചിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും, പക്ഷേ വൈൻഡിങ് അപ്പിലേക്കാണ് എന്ന് ഓർത്തിരിക്കുക. വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനിയിലേക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ ആണ് ഏതെന്ന് പറയുന്നത്? റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഏതെങ്കിലും സമയത്ത് എപ്പോൾ വേണമെങ്കിലും, അതായത് കമ്പനിക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് വിളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പാർട്ട് ഓഫ് അൺകൗൾഡ് ക്യാപിറ്റലിനെ എന്തെന്ന് പറയാം? അൺറിസർവ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്, ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. ഇനി നമ്മൾ പറയുന്നത് ഷെയർസിന്റെ കാര്യമാണ്. നമുക്കറിയാം ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഷെയർ എന്ന് നമുക്കൊന്ന് നോക്കാം. ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ഡെഫിനിഷൻ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 84 കൊടുത്തിട്ടുണ്ട്. അപ്പൊ മറന്നു പോകരുത്, സെക്ഷൻ 284 കമ്പനീസ് ആക്ട് 2013 ഡിഫൈൻസ് എ ഷെയർ ആസ് എ ഷെയർ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇൻക്ലൂഡ് സ്റ്റോക്ക്. എന്താണ്? കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനകത്തുള്ള ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു പോർഷൻ, അതിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറഞ്ഞത്. ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഷെയർ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. നമ്മുടെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനകത്തുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഷെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഷെയർ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എന്താണ്? ആസ് എ കമ്പനി ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് എ ഷെയർ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. നമ്മുടെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിന്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഷെയർ എന്ന് പറഞ്ഞത്. ആൻഡ് ഇൻക്ലൂഡ് സ്റ്റോക്ക്. ഇവിടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെന്ററി ആണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്റ്റോക്കിന് നമ്മൾ പ്രത്യേകം വീണ്ടും മീനിങ് പറയുന്നുണ്ട്. സ്റ്റോക്ക് മീൻസ് എ ബണ്ടിൽ ഓഫ് ഫുള്ളി പെയ്ഡ് ഷെയർസ് പുട്ട് ടുഗദർ ഫോർ കൺവീനിയൻസ്. എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ? ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ഷെയർസിന്റെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? സ്റ്റോക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലിന്റെ ഒരു ഷെയർ ആണ് അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലിനകത്ത് ഒരു ഭാഗമാണ് ഷെയർ എന്ന് പറഞ്ഞു. ആൻഡ് ഇൻക്ലൂഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുള്ളി പെയ്ഡ് ഷെയർസിന്റെ ബണ്ടിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ഫുള്ളി പെയ്ഡ് ഷെയർസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? സ്റ്റോക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 284 പ്രകാരം ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി ആൻഡ് ഇൻക്ലൂഡ് സ്റ്റോക്ക്. സ്റ്റോക്ക് മീൻസ് എ ബണ്ടിൽ ഓഫ് ഫുള്ളി പെയ്ഡ് ഷെയർസ് പുട്ട് ടുഗദർ ഫോർ കൺവീനിയൻസ്. ഓക്കെ, അപ്പൊ എന്താണ് ഷെയർ എന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കുന്നത് പല തരത്തിലുള്ള ഷെയർസ്, കൈൻഡ്സ് ഓഫ് ഷെയർസ് ആണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്തൊക്കെയാണ് കൈൻഡ്സ് ഓഫ് ഷെയർസ് എന്ന്. എങ്കിലും ജസ്റ്റ് ഒന്നുകൂടെ അറിഞ്ഞിരിക്കുക. ആസ് പെർ സെക്ഷൻ 43 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 എ കമ്പനി ഷെയർ ക്യാപിറ്റൽ ഈസ് ഓഫ് 2 ടൈപ്പ് ഓഫ് ഷെയർസ്. എന്താണ്? സെക്ഷൻ 43 പ്രകാരം
ഏതാണ്? കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 43 പ്രകാരം കമ്പനിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ എത്ര തരത്തിലുണ്ട്? 2 ടൈപ്പ് ഓഫ് ഷെയർസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നെയിംലി പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ്. പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ ഓർഡിനറി ഷെയർ. ഇക്വിറ്റി ഷെയറിന്റെ തന്നെ മറ്റൊരു പേരാണ് ഏതെന്ന് പറയുന്നത്? ഓർഡിനറി ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഷെയറും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയറും ആണ് നമുക്ക് കമ്പനീസ് ആക്ട് പ്രകാരം നമുക്ക് പഠിക്കാനുള്ള 2 ഷെയർസ് എന്ന് പറയുന്നത്. അപ്പൊ ഷെയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഷെയർ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി ആൻഡ് ഇൻക്ലൂഡിംഗ് ദി സ്റ്റോക്ക് ആണ് നമ്മൾ പറഞ്ഞത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബണ്ടിൽ ഓഫ് ഫുള്ളി പെയ്ഡ് ഷെയർസ് ആണ് എന്ന് പറഞ്ഞു. ദെൻ കൈൻഡ്സ് ഓഫ് ഷെയർസിനകത്ത് 2 തരത്തിലുള്ള ഷെയർസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇക്വിറ്റി ഷെയർസും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസും. ഇക്വിറ്റി ഷെയർസിന്റെ മറ്റൊരു പേരാണ് ഏതെന്ന് പറയുന്നത്? ഓർഡിനറി ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം. പ്രിഫറൻസ് ഷെയർസ് എന്നാണ് ആദ്യത്തെ നമ്മുടെ ക്ലാസിഫിക്കേഷന്റെ പേര്. പ്രിഫറൻസ് ഷെയർസിന്റെ പേരിൽ തന്നെയുണ്ട് എന്താണ്? എന്തോ ഒരു പ്രിഫറൻസ് ഉള്ള ഷെയർസ് ആണ് ഏതെന്ന് പറയുന്നത്? പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. ദീസ് ആർ ദി ഷെയർസ് വിച്ച് എൻജോയ് പ്രിഫറൻഷ്യൽ റൈറ്റ്. എന്താണ്? കുറച്ച് പ്രിഫറൻഷ്യൽ റൈറ്റ് എൻജോയ് ചെയ്യുന്ന ഷെയർസ് ആണ് ഏതെന്ന് പറയുന്നത്? പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞത്. ഇനി ഏതാണ് ആ പ്രിഫറൻഷ്യൽ റൈറ്റ്? ടു ദി പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് അറ്റ് എ ഫിക്സഡ് റേറ്റ് ഡ്യൂറിംഗ് ദി ലൈഫ് ഓഫ് ദി കമ്പനി. എന്താണ്? ഇവരുടെ ഡിവിഡൻഡ് അതായത് ലാഭവിഹിതം എന്ന് പറയുന്നത് ഫിക്സഡ് റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രിഫറൻസ് ഷെയർസിന്റെ ആദ്യത്തെ പ്രിഫറൻഷ്യൽ റൈറ്റ് എന്താണ്? അവർക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് പെർസെൻറ്റേജിലായിരിക്കും അല്ലെങ്കിൽ ഫിക്സഡ് റേറ്റ് ആയിരിക്കും അവർക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടു ദി റിട്ടേൺ ഓഫ് ദി ക്യാപിറ്റൽ ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി ഓവർ ദി ഇക്വിറ്റി ഷെയർസ്. എന്താണ്? വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കണമല്ലോ. അത് തിരിച്ചു കൊടുക്കുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നതിനേക്കാൾ മുന്നേ ആർക്ക് കിട്ടും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും എന്നുള്ളൊരു പ്രിഫറൻഷ്യൽ റൈറ്റും കൂടെ ആർക്കുണ്ട്? പ്രിഫറൻസ് ഷെയർസിനുണ്ട്. അപ്പൊ 2 പ്രിഫറൻഷ്യൽ റൈറ്റുകളാണ് ആർക്കുള്ളത്? പ്രിഫറൻസ് ഷെയർസിനുള്ളത്. ആദ്യത്തെ എന്താണ്? ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് റേറ്റിലായിരിക്കും. അതുപോലെ തന്നെ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നതിനേക്കാൾ മുന്നേ കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. അപ്പൊ ആ 2 റൈറ്റുകൾ എൻജോയ് ചെയ്യുന്ന ഷെയർസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഷെയർ ഏതാണെന്ന് നോക്കാം. ഇക്വിറ്റി ഓർ ഓർഡിനറി ഷെയർസ് എന്നാണ് നമ്മുടെ പേര്. എന്താണ്? ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അക്കോർഡിംഗ് ടു സെക്ഷൻ 43 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ആൻ ഇക്വിറ്റി ഷെയർ ഈസ് എ ഷെയർ വിച്ച് ഈസ് നോട്ട് എ പ്രിഫറൻസ് ഷെയർ. സിമ്പിൾ ആണല്ലേ? പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത ഷെയർസിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ്? പ്രിഫറൻസ് ഷെയർസിന് കിട്ടുന്ന 2 പ്രിഫറൻഷ്യൽ റൈറ്റ് ആർക്കുണ്ടാവില്ല? ഇക്വിറ്റി ഷെയർസിന് ഉണ്ടാവില്ല. അവർക്ക് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് ആയിരിക്കില്ല. അതുപോലെ തന്നെ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ആദ്യം അവർക്ക് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാൻ പറ്റൂല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം മാത്രമേ ആർക്ക് കൊടുക്കൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയുള്ളൂ. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത ഷെയർസിനെയാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് എന്ന് സെക്ഷൻ 43 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 പറയുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ആൻ ഇക്വിറ്റി ഷെയർ ഈസ് എ ഷെയർ വിച്ച് ഈസ് നോട്ട് പ്രിഫറൻസ് ഷെയർസ്. എന്താണ്? പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത ഷെയർസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞത്. ദീസ് ആർ ഷെയർസ് ഹാവിംഗ് നോ സ്പെഷ്യൽ റൈറ്റ്. ഇവിടെ എന്താണ്? ഈ ഷെയർസിന് സ്പെഷ്യൽ റൈറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. സ്പെഷ്യൽ റൈറ്റ് ഉള്ളത് അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർസ് ഏതാണ്? പ്രിഫറൻസ് ഷെയർസ് ആണ്. പക്ഷേ നമ്മുടെ ഇക്വിറ്റി ഷെയർസിന് നോ സ്പെഷ്യൽ റൈറ്റുകളൊന്നും ഇല്ല അല്ലെങ്കിൽ സ്പെഷ്യൽ റൈറ്റുകളൊന്നും ഇല്ല. എയ്തർ ഫോർ ഏതിനൊക്കെയാണ്? ഡിവിഡൻഡ് കിട്ടാനോ അതുപോലെ തന്നെ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഓൺ വൈൻഡിങ് അപ്പിന്റെ സമയത്തോ സ്പെഷ്യൽ റൈറ്റുകളൊന്നും ഇല്ലാത്ത ഷെയർസ് ആണ് ഏതെന്ന് പറയുന്നത്? ഇക്വിറ്റി അല്ലെങ്കിൽ ഓർഡിനറി ഷെയർസ് എന്ന് പറഞ്ഞത്. ദ ഹോൾഡേഴ്സ് ഓഫ് ദി ഇക്വിറ്റി ഷെയർസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോഫിറ്റ് അവൈലബിൾ ആഫ്റ്റർ ഓൾ പ്രിഫറൻഷ്യൽ റൈറ്റ് ഹാവ് ബീൻ ഫുള്ളി സാറ്റിസ്ഫൈഡ്. അതായത് ഇക്വിറ്റി ഷെയർസിന് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുന്നത് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതായിരിക്കും ആർക്ക് കിട്ടുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. അവിടെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റുമോ? ഇല്ല. കൂടുതലുണ്ട് എങ്കിലും കുറവുണ്ട് എങ്കിലും പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം അവർക്ക് ഫിക്സഡ് റേറ്റ് ഉണ്ട്. അവർക്ക് ആ ഫിക്സഡ് റേറ്റിൽ കൊടുത്തതിന് ശേഷം ബാലൻസ് ഇരിക്കുന്ന പോർഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് ആർക്ക് അവകാശപ്പെട്ടത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടത്. അത് ചിലപ്പോൾ ഇവരെക്കായി കൂടാനും കുറയാനും എന്തുണ്ട്? ചാൻസ് ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ദ ഹോൾഡേഴ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോഫിറ്റ് അവൈലബിൾ ആഫ്റ്റർ ആണ് അല്ലേ? ആഫ്റ്റർ ഓൾ പ്രിഫറൻഷ്യൽ റൈറ്റ് ഹാവ് ബീൻ ഫുള്ളി സാറ്റിസ്ഫൈഡ്.
ദേ ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു എനി ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഇവർക്ക് എന്തില്ല? ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇല്ല. എത്രയാണോ ബിസിനസ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് അത് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് വരെയും കൊടുത്തു തീർത്തതിന് ശേഷം ബാക്കി എത്രയുണ്ടോ അതായിരിക്കും ആർക്ക് കൊടുക്കുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇല്ല. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും നമ്മുടെ റിയൽ ഓണേഴ്സും അതുപോലെ തന്നെ വോട്ടിംഗ് റൈറ്റും ഉള്ളത് എന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: Which of the following is the maximum amount of capital that a company can raise by issuing shares? എന്താണ്? ഒരു കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെ എന്തെന്നാണ് നമ്മൾ പറഞ്ഞത്. മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക അതെന്താണ്? ഇഷ്യൂഡ് ക്യാപിറ്റൽ ആണോ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആണോ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണോ, അതോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആണോ? മറന്നു പോരുത്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണ് മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് എ കമ്പനി ക്യാൻ റേസ് ബൈ ഇഷ്യൂയിങ് ഷെയർസ്. അതായത് ഒരു കമ്പനിയുടെ ലൈഫ് ടൈമിൽ അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെ നമ്മൾ വിളിച്ച പേരെന്തെന്നാണ്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നാണ്. മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഇസ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി മെൻഷൻഡ്? എവിടെയാണ് കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എവിടെ മെൻഷൻ ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ക്യാപിറ്റൽ ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ബാലൻസ് ഷീറ്റ്, ഡയറക്ടേഴ്സ് റിപ്പോർട്ട്. എവിടെയായിരിക്കും? ക്യാപിറ്റൽ ക്ലോസ് ഓഫ് ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ത് പറഞ്ഞിരിക്കണം? മെൻഷൻ ചെയ്തിരിക്കണം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ മെൻഷൻ ചെയ്തിരിക്കണം. മറന്നു പോകരുത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ക്യാപിറ്റൽ ക്ലോസിലാണ് നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ മെൻഷൻ ചെയ്തിരിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദി ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ഓൾസോ നോൺ ആസ്? എന്താണ്? ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂവിനെ നമ്മൾ വേറെ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വേറെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചത്. മാർക്കറ്റ് വാല്യൂ, ബുക്ക് വാല്യൂ, പാർ വാല്യൂ, നെറ്റ് അസറ്റ് വാല്യൂ. ഇതിലേതിലായിരിക്കും? ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ ആണ് മറ്റൊരു പേര് എന്ന് പറയുന്നത്. മറന്നു പോകരുത്. അപ്പോൾ ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ ആണ് അടുത്തൊരു പേര് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പോർഷൻ ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഓഫേർഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ ഈസ് കോൾഡ്. എന്താണ്? ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ ആണ് പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്ത പോർഷൻ ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഏതാണ്? ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ റിസർവ് ക്യാപിറ്റൽ. മറന്നു പോകരുത്, നമ്മൾ ഓഫർ ചെയ്യാണ് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്ത പോർഷൻ ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇഷ്യൂഡ് ക്യാപിറ്റൽ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് നോട്ട് സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക് ഈസ് നോൺ ആസ്. എന്താണ്? ഇഷ്യൂഡ് ക്യാപിറ്റലിന്റെ ഒരു പാർട്ടാണ്, പക്ഷെ എന്ത് ചെയ്തില്ല? പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നോട്ട് സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ ആൻസർ അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആയിരിക്കും. അതൊക്കെ അറിയാലോ, നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യാത്ത പോർഷൻ ഓഫ് ക്യാപിറ്റൽ ഏതെന്ന് ചോദിച്ചാൽ അതെന്താണ്? അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആണ്. അതുപോലെ തന്നെ അത് എന്തിന്റെ പാർട്ടാണ്? ഇഷ്യൂഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗമായിരിക്കും അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വിച്ച് ക്യാപിറ്റൽ റെപ്രസെന്റ് ദ പോർഷൻ ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക്? എന്താണ്? ഇഷ്യൂഡ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ ആണ്. ഇത് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത പോർഷൻ ആണ് എങ്കിൽ ആ പോർഷൻ ഓഫ് ക്യാപിറ്റലിനെ നമ്മൾ എന്തെന്ന് പറയും? ഓതറൈസ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, റിസർവ് ക്യാപിറ്റൽ. എന്തായിരിക്കും? സബ്സ്ക്രൈബ് ചെയ്ത പോർഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ പേരെന്താണ്? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ബാലൻസ് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് നോട്ട് ബീൻ കോൾഡ് അപ്പ് ബൈ ദി കമ്പനി ഈസ് കോൾഡ്. എന്താണ്? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിന്റെ ബാലൻസ് ആണ്. അതുപോലെ തന്നെ കമ്പനി അത് എന്ത് ചെയ്തിട്ടില്ല? കോൾ ചെയ്തിട്ടില്ല. വിച്ച് ഹാസ് നോട്ട് ബീൻ കോൾഡ് ആണ് അല്ലേ? വിച്ച് ഹാസ് നോട്ട് ബീൻ കോൾഡ് അപ്പ് ബൈ ദി കമ്പനി. കമ്പനി കോൾഡ് അപ്പ് ചെയ്തില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ അൺകോൾഡ് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി റിസർവ് ക്യാപിറ്റൽ, ഓപ്ഷൻ സി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അപ്പൊ കോൾ ചെയ്യാത്ത പോർഷൻ ഓഫ് ക്യാപിറ്റൽ എന്താണ്? അൺകോൾഡ് ക്യാപിറ്റൽ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോൾഡ് അപ്പ് ക്യാപിറ്റൽ റിഫേഴ്സ് ടു. എന്താണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. ഓപ്ഷൻ എ ദ പോർഷൻ ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഡിമാൻഡഡ് ബൈ ദി കമ്പനി. എന്താണ്? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ ആണ്, കമ്പനി ഡിമാൻഡ് ചെയ്ത പോർഷൻ ആണ് എങ്കിൽ അതിനെ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാൻ പറ്റുമോ? ഓപ്ഷൻ ബിയിൽ പറയുന്നു മാക്സിമം ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ക്യാൻ റേസ്. ഒരു കമ്പനിക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്യാപിറ്റൽ ആണോ കോൾഡ് അപ്പ് ക്യാപിറ്റൽ?
ഓപ്ഷൻ സി ദ ക്യാപിറ്റൽ സെറ്റ് അസൈഡ് ഫോർ കണ്ടിജൻസീസ്. എന്താണ്? കണ്ടിജൻസീസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പോർഷൻ ഓഫ് ക്യാപിറ്റൽ ആണോ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ആണോ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇതിൽ ഏതായിരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത്? ദ പോർഷൻ ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഡിമാൻഡഡ് ബൈ ദി കമ്പനി. എന്താണ്? കമ്പനി ഡിമാൻഡ് ചെയ്തോ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ കമ്പനി ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡിമാൻഡ് ചെയ്ത പോർഷൻ ഓഫ് ക്യാപിറ്റൽ ആണ് ഏതെന്ന് പറയുന്നത്? കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, ദ പോർഷൻ ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഡിമാൻഡഡ് ബൈ ദി കമ്പനി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് കോൾസ് ഇൻ അരിയേഴ്സ് ഈസ് കോൾഡ്. നമുക്കറിയാം കോൾഡ് അപ്പ് ക്യാപിറ്റലും കോൾസ് ഇൻ അരിയേഴ്സും തമ്മിലുള്ള വ്യത്യാസമാണ് ഏതെന്ന് പറയുന്നത്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മറന്നു പോകരുത്, എത്രമാത്രം കോൾ ചെയ്തോ അതിൽ എത്രമാത്രം തന്നില്ല, പബ്ലിക്ക് തരാതിരിക്കുന്ന പോർഷൻ ഓഫ് ക്യാപിറ്റൽ ആണ് ഏതെന്ന് പറഞ്ഞത്? കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞത്. അപ്പോൾ വിളിച്ചതിൽ നിന്ന് എത്രമാത്രം തന്നില്ല അത് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടിയെന്നറിയാം അല്ലേ? ആ കിട്ടിയ പോർഷൻ ആക്ച്വൽ പേയ്മെന്റ് ആണ് ഏതെന്ന് പറഞ്ഞത്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദ പാർട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് റിസർവ്ഡ് ഫോർ യൂസ് ഡ്യൂറിംഗ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. എന്താണ്? വൈൻഡിങ് അപ്പിന്റെ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന അൺകോൾഡ് ക്യാപിറ്റലിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? അൺഇഷ്യൂഡ് ക്യാപിറ്റൽ, റിസർവ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അതെന്താണ്? റിസർവ് ക്യാപിറ്റൽ ആണ് നമ്മൾ വൈൻഡിങ് അപ്പിലേക്ക്, വൈൻഡിങ് അപ്പ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഏത് തന്നെ മാർക്ക് ചെയ്യാം? റിസർവ് ക്യാപിറ്റൽ എന്നാണ് അതിന്റെ പേര്. വൈൻഡിങ് അപ്പ് സമയത്തിലേക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിളിക്കാതെ ഇരിക്കുന്ന പോർഷൻ ഓഫ് ക്യാപിറ്റൽ ആണ് ഏതെന്ന് പറയുന്നത്? ഏത്? റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി കോൾഡ് അപ്പ് അറ്റ് എനി ടൈം ബൈ ദി കമ്പനി ഈസ് നോൺ ആസ്. എന്താണ്? നമ്മുടെ കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന അൺകോൾഡ് ക്യാപിറ്റലിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? അൺറിസർവ്ഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. എനി ടൈം ആയതുകൊണ്ട് തന്നെ അതെന്താണ്? അൺറിസർവ്ഡ് ക്യാപിറ്റൽ ആണ്. റിസർവ്ഡ് ക്യാപിറ്റൽ ആണെങ്കിൽ എപ്പോഴത്തേക്കായിരിക്കും മാറ്റി വെച്ചിരിക്കുന്നത്? വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനിയുടെ ടൈമിലായിരിക്കും അത് വിളിക്കുന്നത്. എനി ടൈം ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അൺറിസർവ്ഡ് ക്യാപിറ്റൽ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് റിസർവ് ക്യാപിറ്റൽ? എന്താണ് റിസർവ് ക്യാപിറ്റലിന്റെ പർപ്പസ്? ഓപ്ഷൻ എ, ടു ഇൻവെസ്റ്റ് ഇൻ ന്യൂ പ്രോജക്റ്റ്. പുതിയ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ റിസർവ് ക്യാപിറ്റൽ മാറ്റി വെക്കുന്നത്? അല്ല. അതുപോലെ തന്നെ ഓപ്ഷൻ ബി, ടു ബി കോൾഡ് അപ്പ് ഓൺലി ഓൺ വൈൻഡിങ് അപ്പ്. എന്താണ്? വൈൻഡിങ് അപ്പിന്റെ സമയത്ത് വിളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഓപ്ഷൻ സി നോക്കാം. ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ മാറ്റി വെച്ചിരിക്കുന്നതാണോ? അല്ല. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി, ടു ബി യൂസ്ഡ് ഫോർ ബൈ ബാക്ക് ഷെയർസ്. ഷെയർസ് ബൈ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതും അല്ല. വൈൻഡിങ് അപ്പിന്റെ സമയത്ത് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഷെയർ ആണ് ഏതെന്ന് പറഞ്ഞത്? റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് ടു ബി കോൾഡ് അപ്പ് ഓൺലി ഓൺ വൈൻഡിങ് അപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സെക്ഷൻ ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ഡിഫൈൻസ് ഷെയർ? ഷെയറിനെ ഡിഫൈൻ ചെയ്യുന്ന ഏത് സെക്ഷൻ ആണ്? കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 284 ഏത് ഡിഫൈൻ ചെയ്യുന്നത്? ഷെയറിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 284 ഷെയർസിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം സ്റ്റോക്ക് റിഫേഴ്സ് ടു. എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ? ഇവിടുത്തെ സ്റ്റോക്കാണ് കേട്ടോ സെക്ഷൻ. നമ്മളിപ്പോൾ പറഞ്ഞ ഷെയറിന്റെ ഡെഫിനേഷനകത്തുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർസ് ബണ്ടിൽഡ് ടുഗദർ ഫോർ കൺവീനിയൻസ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ഗവൺമെന്റ് ബോണ്ട്, ക്യാഷ് റിസർവ് ഓഫ് ദി കമ്പനി, ഫിക്സഡ് അസറ്റ് ഓഫ് ദി കമ്പനി. അപ്പൊ ഇവിടെ എന്തായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്? ഷെയർസ് ബണ്ടിൽ ടുഗദർ ഫോർ കൺവീനിയൻസ്. ഇവിടെ ഇപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് മാത്രം ചോദിക്കത്തില്ല, നമ്മുടെ ഷെയർസിന്റെ ഡെഫിനിഷനിലെ സ്റ്റോക്ക് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലാണ്ട് ഇതുപോലെ ഡയറക്റ്റ് കയറിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരില്ല. അപ്പോൾ ഷെയറിന്റെ ഡെഫിനിഷനിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർസ് ബണ്ടിൽഡ് ടുഗദർ ഫോർ കൺവീനിയൻസ്. നമ്മുടെ ഷെയർ ബണ്ടിൽ ചെയ്തേക്കാണ് അല്ലെങ്കിൽ കൂട്ടി വെച്ചിരിക്കുകയാണ് അല്ലേ? ഫോർ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ കൂട്ടി പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു സെക്ഷൻ 43 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 വാട്ട് ആർ ദി 2 ടൈപ്പ് ഓഫ് ഷെയർസ്? ഏതാണ് നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം 2 ടൈപ്പ് ഓഫ് ഷെയർസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. പ്രിഫറൻസ് ആൻഡ് ഓർഡിനറി ഷെയർസ്, പ്രിഫറൻഡ് ആൻഡ് ബോണസ് ഷെയർസ്, ഇക്വിറ്റി ആൻഡ് ഡിബഞ്ചേഴ്സ്, ബോണസ് ആൻഡ് റൈറ്റ് ഷെയർസ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്. പ്രിഫറൻസ് ആൻഡ് ഓർഡിനറി ഷെയർസ് ആണ് ആൻസർ. ഓർഡിനറി ഷെയറിനെ നമുക്ക് മറ്റൊരു പേരിലൂടെ അറിയാം, ഇക്വിറ്റി ഷെയർസ്. നമുക്ക് ഓർമ്മ ചിലപ്പം ഇക്വിറ്റി ഷെയർസേ കാണത്തുള്ളൂ. അപ്പോൾ ആൻസറിനകത്ത് ഇല്ല എന്ന് വിചാരിക്കരുത്. ഏതാണ്? ഓർഡിനറി ഷെയർസിന്റെ മറ്റൊരു പേരാണ് ഇക്വിറ്റി ഷെയർസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. പ്രിഫറൻസ് ആൻഡ് ഓർഡിനറി ഷെയർസ് ആണ് നമ്മുടെ ആക്ട് പ്രകാരം പറയുന്ന 2 ടൈപ്പ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞത്.
നെക്സ്റ്റ് പ്രിഫറൻസ് ഷെയർസ് ഹാവ് എ റൈറ്റ് ടു റിസീവ്. എന്താണ്? പ്രിഫറൻസ് ഷെയർസിന് എന്ത് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ആണുള്ളത്? പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർസ് ആണ് പ്രിഫറൻസ് ഷെയർസ്. നമുക്കറിയാം എന്തൊക്കെയാണ്. ഓപ്ഷൻ എ ഫിക്സഡ് ഡിവിഡൻഡ് ബിഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓപ്ഷൻ ബി ഹയർ വോട്ടിംഗ് റൈറ്റ്. ഓപ്ഷൻ സി അഡീഷണൽ ബോണസ് ഷെയർസ്. ഓപ്ഷൻ ഡി ഇൻട്രസ്റ്റ് അറ്റ് എ ഫിക്സഡ് റേറ്റ്. എന്താണ്? ഫിക്സഡ് ഡിവിഡൻഡ് ബിഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നതിന് മുന്നേ ഫിക്സഡ് ഡിവിഡൻഡ് കിട്ടാനുള്ള എന്താണ് ആ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ആർക്കുണ്ട്? പ്രിഫറൻസ് ഷെയർസിനുണ്ട്. അതുപോലെ തന്നെ വൈൻഡിങ് അപ്പ് സമയത്ത് നമ്മുടെ ഇക്വിറ്റി ഷെയർസിന് ക്യാപിറ്റൽ കിട്ടുന്നതിന് മുന്നേ തന്നെ ആർക്ക് കിട്ടണം? പ്രിഫറൻസ് ഷെയർസിന് കിട്ടാനുള്ള ആ പ്രിഫറൻഷ്യൽ റൈറ്റ് എന്തിനുണ്ട്? പ്രിഫറൻസ് ഷെയർസിനുണ്ട്. അപ്പോൾ 2 റൈറ്റുകളുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരെണ്ണമാണ് ചോദിച്ചത്. ഓപ്ഷൻ പ്രകാരം ഏതാണ്? ഫിക്സഡ് ഡിവിഡൻഡ് ബിഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് നോ സ്പെഷ്യൽ റൈറ്റ് ഫോർ ഡിവിഡൻഡ് ഓർ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. എന്താണ്? ഡിവിഡൻഡിന്റെ കേസിലോ അതുപോലെ തന്നെ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റലിന്റെ കേസിലോ സ്പെഷ്യൽ റൈറ്റ് ഒന്നുമില്ലാത്ത ഷെയർ ഹോൾഡേഴ്സ് ആരാണ്? നോ സ്പെഷ്യൽ റൈറ്റ് ആണ് പറഞ്ഞത്. ഡിവിഡൻഡിന്റെ സമയത്തോ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റലിന്റെ സമയത്തോ പ്രിഫറൻഷ്യൽ റൈറ്റോ അല്ലെങ്കിൽ സ്പെഷ്യൽ റൈറ്റോ ഒന്നും ഇല്ലാത്ത ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ പറഞ്ഞ പേര് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ബോണ്ട് ഹോൾഡേഴ്സ്. ആരായിരിക്കും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ഇത്തരത്തിലുള്ള റൈറ്റ്, പ്രിഫറൻഷ്യൽ റൈറ്റ്. ഈ 2 കേസിലും, ഡിവിഡൻഡിന്റെ കേസിലും റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റലിന്റെ കേസിലും എന്തില്ലാത്തത്? സ്പെഷ്യൽ റൈറ്റ് ഇല്ലാത്തത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ. എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. എന്തിനൊക്കെയാണ്? ഓപ്ഷൻ എ വോട്ടിംഗ് റൈറ്റ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടോ? ഇല്ല. ഓപ്ഷൻ ബി റിസീവിംഗ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. ഓപ്ഷൻ സി ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. ഓപ്ഷൻ ഡി ബൈയിങ് കമ്പനി അസറ്റ്. ഏതാണ് പ്രിഫറൻഷ്യൽ റൈറ്റ്? ഏതൊക്കെയായിരുന്നു? 2 കാര്യത്തിലാണ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ളത്. ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഓൺ ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി ടൈമിലും എന്തുണ്ട്? പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, റിസീവിംഗ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് റിസീവ് ഡിവിഡൻഡ്. എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അറ്റ് എ ഫിക്സഡ് റേറ്റ്. ഫിക്സഡ് റേറ്റിലാണോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്? അല്ല. ഫിക്സഡ് റേറ്റ് കിട്ടുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഓപ്ഷൻ ബി ബിഫോർ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് മുന്നേ തന്നെ ആർക്ക് കിട്ടും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുമോ? ഇല്ല. അതുപോലെ തന്നെ ഓൺലി ഇഫ് ദർ ഈസ് സർപ്ലസ് ഓഫ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ട് എങ്കിൽ മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. അത് ശരിയാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ആസ് പെർ കമ്പനി ലോ പ്രൊവിഷൻ, കമ്പനി ലോ പ്രൊവിഷൻ പ്രകാരം അല്ല. എന്താണ്? നമ്മുടെ ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം ബാലൻസ് ഇരിക്കുന്ന പ്രോഫിറ്റ് ആണ് ആർക്ക് അവകാശപ്പെട്ടത്? ബാലൻസ് പ്രോഫിറ്റ് ഉണ്ട് എങ്കിൽ അതാണ് ആർക്ക് അവകാശപ്പെട്ടത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷനിൽ ഏതാണ് സ്യൂട്ടബിൾ? ഓൺലി ഇഫ് ദർ ഈസ് സർപ്ലസ് പ്രോഫിറ്റ്, ബാക്കി പ്രോഫിറ്റ് ഉണ്ട് എങ്കിൽ അത് ആർക്ക് കിട്ടും? ഡിവിഡൻഡ് ആയിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെക്ഷൻ ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ഡിഫൈൻസ് ആൻ ഇക്വിറ്റി ഷെയർ? എന്താണ്? ഇക്വിറ്റി ഷെയറിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 43 എന്തിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്? ഷെയർസ്, ഇക്വിറ്റി ഷെയർസിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ദ പോർഷൻ ഓഫ് ക്യാപിറ്റൽ വിച്ച് ഈസ് നോട്ട് യെറ്റ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി ഈസ് കോൾഡ്. എന്താണ്? ഒരു കമ്പനിയുടെ പോർഷൻ ഓഫ് ക്യാപിറ്റൽ ആണ് നമ്മുടെ കമ്പനി ഇതുവരെയും ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ നോട്ട് യെറ്റ് ഇഷ്യൂഡ് ഈസ് കോൾഡ്. ഇഷ്യൂ ചെയ്യാത്ത പോർഷൻ ഓഫ് ക്യാപിറ്റലിനെ നമ്മൾ പറയുന്ന പേര് ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, അൺഇഷ്യൂഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പൊ നോട്ട് യെറ്റ് ഇഷ്യൂഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇഷ്യൂ ചെയ്യാത്ത പോർഷൻ ആണ് ചോദിച്ചത്. സോ ഇഷ്യൂ ചെയ്യാത്ത ഏതാണ്? അൺഇഷ്യൂഡ് ക്യാപിറ്റൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ക്യാപിറ്റൽ പ്രൊവൈഡ്സ് അഡീഷണൽ സെക്യൂരിറ്റി ടു ദി ക്രെഡിറ്റേഴ്സ്? ഏത് ക്യാപിറ്റലാണ് നമ്മുടെ ക്രെഡിറ്റേഴ്സിന് അഡീഷണൽ സെക്യൂരിറ്റി നൽകുന്നത്? അപ്പോൾ ഏത് ക്യാപിറ്റലാണ് നമ്മുടെ ക്രെഡിറ്റേഴ്സിന് അഡീഷണൽ സെക്യൂരിറ്റി നൽകുന്നത്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ, റിസർവ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇതേതാണ്? അഡീഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ലൈബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ക്യാപിറ്റൽ ഏതായിരിക്കും? അത് റിസർവ് ക്യാപിറ്റൽ ആണ്. അതാണ് നമ്മുടെ ക്രെഡിറ്റേഴ്സിന് അഡീഷണൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി റിസർവ് ക്യാപിറ്റൽ ആണ്.
അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എൻജോയ് റെസിഡ്യൂവൽ ക്ലെയിംസ് ഓൺ ദി കമ്പനീസ് പ്രോഫിറ്റ് ആൻഡ് അസറ്റ്. എന്താണ്? കമ്പനിയുടെ പ്രോഫിറ്റിലും അസറ്റിലും റെസിഡ്യൂവൽ ക്ലെയിം എൻജോയ് ചെയ്യുന്ന ആരാണ്? അതായത് ബാലൻസ് ഇരിക്കുന്നത് ആർക്ക് കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. കമ്പനിയുടെ പ്രോഫിറ്റ് ആയാലും അസറ്റ് ആയാലും ബാലൻസ് ഉണ്ടെങ്കിൽ, അതായത് ബാക്കിയുള്ളവർക്കെല്ലാം കൊടുത്തതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ അത് ആരാണ് എൻജോയ് ചെയ്യുന്നത്? ഓപ്ഷൻ എ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഓപ്ഷൻ ബി ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഓപ്ഷൻ സി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഓപ്ഷൻ ഡി ഗവൺമെന്റ്. ആരായിരിക്കും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. കാരണം ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ലൈബിലിറ്റീസ് മീറ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് ഇരിക്കുന്നത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എൻജോയ് റെസിഡ്യൂവൽ ക്ലെയിം ഓൺ ദി കമ്പനീസ് പ്രോഫിറ്റ് ആൻഡ് അസറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് അസേർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ നമുക്ക് നോക്കാം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ബൈ എ കമ്പനി ബൈ ഇഷ്യൂയിങ് ഷെയർസ്. എന്താണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണ് ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ബൈ എ കമ്പനി ബൈ ഇഷ്യൂയിങ് ഷെയർസ്. ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു കമ്പനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നാണ് അസേർഷൻ. കറക്റ്റ് അല്ലേ? അസേർഷൻ ശരിയാണ്. റീസൺ നോക്കാം. ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് മെൻഷൻഡ് ഇൻ ദി ക്യാപിറ്റൽ ക്ലോസ് ഓഫ് ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. എന്താണ്? ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ പറ്റിയിട്ട് തന്നെയാണ് റീസണിലും പറയുന്നത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എവിടെ മെൻഷൻ ചെയ്തിരിക്കണം? ക്യാപിറ്റൽ ക്ലോസ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ ക്യാപിറ്റൽ ക്ലോസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതാണ് ആ കമ്പനിക്ക് അതിന്റെ ലൈഫ് ടൈമിൽ മാക്സിമം ക്യാപിറ്റൽ അല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്താ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് റീസണും ശരിയാണെന്ന് പറയാം. അതുപോലെ തന്നെ ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ പറ്റിയിട്ട് തന്നെയുള്ള റീസൺ ആണ് നമുക്ക് റീസൺ ആയിട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് അല്ലെങ്കിൽ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഒരു അസേർഷൻ റീസണിംഗ് ആണ്. ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് ഓൾവേസ് ഈക്വൽ ടു ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ശരിയാണോ? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും ഓൾവേസ് ഈക്വൽ ടു ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണോ? നമുക്കറിയാം ചിലപ്പോഴൊക്കെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ അത്രയും ഇഷ്യൂ ചെയ്യുമായിരിക്കും. പക്ഷേ എപ്പോഴും ഓതറൈസ്ഡ് ക്യാപിറ്റൽ തന്നെയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു പോർഷൻ മാത്രമായിരിക്കാം എന്തെന്ന് പറയുന്നത്? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ കാണുമല്ലോ. അതുകൊണ്ട് നമുക്ക് അസേർഷൻ എന്താണ്? തെറ്റാണ് എന്ന് പറയാം. ഇനി റീസൺ നോക്കൂ. സംടൈംസ് എ കമ്പനി മേ ചൂസ് ടു ഇഷ്യൂ എ പാർട്ട് ഓഫ് ഇറ്റ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഫോർ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ. എന്താണ്? ചില സമയത്ത് കമ്പനി മേ ചൂസ്, എന്താണ്, കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗം പബ്ലിക് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും. അത് ശരിയാണ് അല്ലേ? കാരണം എന്താണ്? ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു പാർട്ടാണ് പബ്ലിക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ഓഫർ ചെയ്യുന്നത് അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നത്. അതിനെ നമുക്ക് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ റീസൺ ശരിയാണ്, പക്ഷെ അസേർഷൻ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? അസേർഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അസേർഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. നെക്സ്റ്റ് നോക്കാം. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഈസ് ഓൾവേസ് ഈക്വൽ ടു ഇഷ്യൂഡ് ക്യാപിറ്റൽ. ശരിയാണോ? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും ഇഷ്യൂഡ് ക്യാപിറ്റലിന് ഈക്വൽ ആയിരിക്കുമോ? അല്ല, അൺസബ്സ്ക്രൈബ്ഡ് പോർഷൻ ഉണ്ടാവാം. നമുക്ക് അസേർഷൻ തെറ്റാണ് എന്ന് പറയാം. നേരത്തെ ചിന്തിച്ച പോലെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്താണ്? അൺസബ്സ്ക്രൈബ്ഡ് പോർഷൻ ഉണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ചിലപ്പം എന്താണ് രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. പക്ഷെ ഓൾവേസ് ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല. റീസൺ പറയുന്നു ദ പബ്ലിക് മേ നോട്ട് സബ്സ്ക്രൈബ് ടു ഓൾ ദി ഷെയർസ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി. എന്താണ്? ചില സമയത്ത് അല്ലെങ്കിൽ പബ്ലിക് എപ്പോഴും എന്ത് ചെയ്യില്ല? കമ്പനി ഇഷ്യൂ ചെയ്യുന്ന എല്ലാ ഷെയർസും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അത് നമുക്ക് ശരിയാണെന്ന് പറയാം അല്ലേ? അൺസബ്സ്ക്രൈബ്ഡ് പോർഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന എല്ലാ ഫുൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റലും പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിർബന്ധം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് റീസൺ ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ അസേർഷൻ തെറ്റും റീസൺ ശരിയുമാണ്. നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അസേർഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. നെക്സ്റ്റ് നോക്കാം. അസേർഷൻ പറയുന്നു അൺഇഷ്യൂഡ് ക്യാപിറ്റൽ റിഫേഴ്സ് ടു ദി പോർഷൻ ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ നോട്ട് സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക്. എന്താണ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ഇഷ്യൂഡ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ ആണ് നമ്മുടെ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്ത പോർഷൻ ആണ് എന്ന് പറഞ്ഞു. ശരിയാണോ? പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്ത പോർഷനെ നമ്മൾ അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞത് അല്ലേ? ഇഷ്യൂ ചെയ്യാതെ ഇരിക്കുന്ന, അതായത് നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗം ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ അതാണ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ അസേർഷൻ തെറ്റാണ്. ഇനി നമുക്ക് റീസൺ നോക്കാം. അൺഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് എ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ദാറ്റ് ഹാസ് നോട്ട് ബീൻ ഓഫേർഡ് ഫോർ ദി പബ്ലിക്
ഫോർ സബ്സ്ക്രിപ്ഷൻ. എന്താണ്? ശരിയല്ലേ? ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു പോർഷനാണ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അത് എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യാത്ത പോർഷൻ ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പൊ നമുക്ക് റീസൺ ശരിയായിരുന്നു, പക്ഷെ അസേർഷൻ തെറ്റാണ്. അപ്പൊ അസേർഷൻ തെറ്റെന്നുള്ളത് ഏതാണ്? അസേർഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസേർഷൻ പറയുന്നു ദ ഫേസ് വാല്യൂ ഓഫ് ദി ഷെയർ ഈസ് ആൾസോ നോൺ ആസ് മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഷെയർസ്. ശരിയാണോ? ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ മാർക്കറ്റ് വാല്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ വേറെയും മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് വേറൊന്നുമാണ് അല്ലേ? നമ്മുടെ പ്രോസ്പെക്ടസിൽ ഇഷ്യൂ ചെയ്ത് അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഫേസ് വാല്യൂ എന്ന് പറഞ്ഞത്. പക്ഷേ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സിനനുസരിച്ചിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന വാല്യൂ ആണ് മാർക്കറ്റ് വാല്യൂ. അപ്പോൾ അസേർഷൻ എന്താണ്? തെറ്റാണ്. സെയിം ആണെന്നാണ് പറഞ്ഞത്, സെയിം അല്ല. അതുപോലെ തന്നെ റീസൺ പറയുന്നു ദ മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഷെയർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ് വേറസ് ഫേസ് വാല്യൂ ഈസ് ഫിക്സ്ഡ് ബൈ ദി കമ്പനി. എന്താണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സ് അനുസരിച്ചിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പക്ഷേ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഫിക്സ്ഡ് ബൈ ദി കമ്പനിയാണ്. അപ്പോൾ അതെന്താണ്? ശരിയാണ്. എന്താണ് മാർക്കറ്റ് വാല്യൂ എന്നും എന്താണ് ഫേസ് വാല്യൂ എന്നും ഒരു കറക്റ്റ് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തന്നിരിക്കുകയാണ്. അപ്പോൾ എടുത്ത അസേർഷൻ മാത്രമാണ് തെറ്റ്. റീസൺ എന്താണ്? ശരിയാണ്. അസേർഷൻ ഈസ് ട്രൂ. അസേർഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. നമുക്ക് ഓപ്ഷൻ ആൻസർ ഏതാണ്? സി ആണ് എന്ന് പറയാം. അസേർഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണ് ചോദിച്ചത്. എന്താണ്? ഓതറൈസ്ഡ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ദി മാക്സിമം ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ക്യാൻ റേസ് ബൈ ഇഷ്യൂയിങ് ഷെയർസ്. എന്താണ്? ഒരു കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ശരിയല്ലേ? നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ് എന്ന് പറയാം. സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ഓൾവേസ് ഈക്വൽ ടു ദി ഇഷ്യൂഡ് ക്യാപിറ്റൽ. ശരിയാണോ? ഓതറൈസ്ഡ് ക്യാപിറ്റൽ എല്ലായ്പ്പോഴും ഇഷ്യൂഡ് ക്യാപിറ്റലിന് തുല്യമായിരിക്കുമോ? ആയിരിക്കില്ല. നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ് എന്ന് പറയാം. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 3യിൽ പറയുന്നു ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് മെൻഷൻഡ് ഇൻ ദി ക്യാപിറ്റൽ ക്ലോസ് ഓഫ് ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ശരിയല്ലേ? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ക്യാപിറ്റൽ ക്ലോസിൽ എന്ത് മെൻഷൻ ചെയ്തിരിക്കണം? ഓതറൈസ്ഡ് ക്യാപിറ്റൽ മെൻഷൻ ചെയ്തിരിക്കണം. സ്റ്റേറ്റ്മെന്റ് 3 ശരിയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചത്? 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ 1ഉം 3ഉം ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1 and 3 only. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദി ഇഷ്യൂഡ് ക്യാപിറ്റൽ. എന്താണ്? ഇഷ്യൂഡ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് ദി പോർഷൻ ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ഓഫേർഡ് ടു ദി പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. എന്താണ്? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗമാണ്. ഇതെന്താണ്? പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓഫർ ചെയ്തതാണ്. ശരിയല്ലേ? ഓഫർ ചെയ്ത പോർഷൻ ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 2ൽ പറയുന്നു ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് ഓൾവേസ് ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക്. എന്താണ്? ഇഷ്യൂഡ് ക്യാപിറ്റൽ എല്ലായ്പ്പോഴും പബ്ലിക് ഫുള്ളായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ ഓൾവേസ് വന്നതുകൊണ്ട് നമുക്കത് തെറ്റാണ് എന്ന് പറയാം. അതുപോലെ തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ദ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ നോട്ട് ഇഷ്യൂഡ് ഈസ് കോൾഡ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. എന്താണ്? ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു പാർട്ടാണ്. അത് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ശരിയല്ലേ? ഓതറൈസ്ഡ് ക്യാപിറ്റൽ 2 പാർട്ടായിട്ട് നമ്മൾ തിരിച്ചിരുന്നു. ഇഷ്യൂഡ് ക്യാപിറ്റലും അൺഇഷ്യൂഡ് ക്യാപിറ്റലും അല്ലേ? സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓഫർ ചെയ്ത പോർഷൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ ആണെങ്കിൽ ഓഫർ ചെയ്യാതെ ഇരിക്കുന്ന ബാക്കിയുള്ള പോർഷൻ ഏതാണ്? അൺഇഷ്യൂഡ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഇവിടെ 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. 1ഉം 3ഉം ഓപ്ഷൻ ബിയിലാണുള്ളത്. ഓപ്ഷൻ ബി 1 and 3 only is the correct answer. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അബൌട്ട് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 നോക്കാം. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഈസ് ദി പോർഷൻ ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഫോർ വിച്ച് ദ പബ്ലിക് ഹാസ് അപ്ലൈഡ്. എന്താണ്? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇഷ്യൂഡ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ ആണ്. ഇത് പബ്ലിക് അപ്ലൈ ചെയ്ത പോർഷൻ ആണ്. അതായത് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ് ഷെയർ ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. എന്താണ്? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിനകത്ത് എന്ത് ഉൾപ്പെടുന്നുണ്ട്? കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതായത് നമ്മൾ പ്രൊമോട്ടേഴ്സിനും വെണ്ടേഴ്സിനും ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ഷെയറും എവിടെ വരുന്നുണ്ട്? നമ്മുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വരുന്നുണ്ട്. അത് ക്യാഷ് കിട്ടിയോ ഇല്ലയോ നോക്കേണ്ട ആവശ്യമില്ല.
സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്തും വരുന്നുണ്ട്, കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷും വരുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 3 പറയുന്നു സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഈസ് ഓൾവേസ് ഈക്വൽ ടു ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഓൾവേസ് ഈക്വൽ ടു വരില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്, 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 1 and 2 only. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പ്രിഫറൻസ് ഷെയർസ്. എന്താണ്, പ്രിഫറൻസ് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്തിരിക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് 1ൽ പറയുന്നു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഹാവ് എനി പ്രയോറിറ്റി ഓവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ റിസീവിംഗ് ഡിവിഡൻഡ്. എന്താണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രത്യേകിച്ച് പ്രയോറിറ്റി ഒന്നും ഇല്ല. എന്തിന്, ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നതിന് ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ മുന്നേ കിട്ടാനുള്ള പ്രയോറിറ്റി ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ. ഡു നോട്ട് ഹാവ് എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്, തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നു പ്രിഫറൻസ് ഷെയർസ് ഓൾവേസ് റിസീവ് എ വേരിയബിൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദി കമ്പനീസ് പ്രോഫിറ്റ്. ശരിയാണോ, നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വേരിയബിൾ റേറ്റ് ആണോ നമ്മൾ പഠിച്ചത്, അല്ല. ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് ആർക്ക് കിട്ടുന്നത്, പ്രിഫറൻസ് ഷെയർസിന് കിട്ടുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് ഇക്വിറ്റി ഷെയർസിന്റെ കാര്യം പ്രിഫറൻസിന്റെ പേരിലാണ് ഇട്ടത് അല്ലേ. പ്രിഫറൻസ് ഷെയർസിന് എപ്പോഴും കിട്ടുന്നത് ഫിക്സഡ് റേറ്റ് ആണ്. വേരിയബിൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദി കമ്പനീസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കാര്യമാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഫോർ ദി പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഓൺ വൈൻഡിങ്. അപ്പോൾ എന്താണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. എപ്പോഴൊക്കെയാണ്, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡിന്റെ സമയത്തും റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഓൺ വൈൻഡിങ് അപ്പിന്റെ സമയത്തും പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ളവരാണ് ആരെന്ന് പറയുന്നത്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. ഇൻകറക്റ്റ് ഏതൊക്കെയാണ്, 1ഉം 2ഉം ആണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ 1 and 2 only. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റിംഗ് ടു ഇക്വിറ്റി ഷെയർസ്. എന്താണ്, ഇക്വിറ്റി ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് സിമിലർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ശരിയാണോ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ കണക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്, തെറ്റാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷമുള്ള വേരിയഡ് ഷെയർ അല്ലെങ്കിൽ വേരിയഡ് പെർസെൻറ്റേജ് ആണ് ആർക്ക് കിട്ടുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് റിസീവ് ഡിവിഡൻഡ് ഓൺലി ആഫ്റ്റർ ഓൾ പ്രിഫറൻഷ്യൽ റൈറ്റ് ഹാവ് ബീൻ സാറ്റിസ്ഫൈഡ്. എന്താണ്, എല്ലാ പ്രിഫറൻഷ്യൽ റൈറ്റും സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ആർക്ക് ഡിവിഡൻഡ് കിട്ടൂ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടൂ. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഇൻകറക്റ്റ്, 1 മാത്രമാണ് ഇൻകറക്റ്റ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ 1 only എന്ന് ആൻസർ ആയിട്ട് കിട്ടും. കാരണം ഇൻകറക്റ്റ് ഒരെണ്ണം മാത്രമാണ് ഉള്ളത്. നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്. എന്താണ്, ഷെയർ ഹോൾഡറിന്റെ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആൾവേസ് ഹാവ് എ വോട്ടിംഗ് റൈറ്റ് ഈക്വൽ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ശരിയാണോ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പോലെ തന്നെ വോട്ടിംഗ് റൈറ്റ് ഉണ്ടോ, ഇല്ല. അത് തെറ്റാണ് അല്ലേ. വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്തവരാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്, തെറ്റാണെന്ന് പറയാം. സ്റ്റേറ്റ്മെന്റ് 2 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് എ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെന്റ് ഡിസിഷൻ ത്രൂ വോട്ടിംഗ് റൈറ്റ്. എന്താണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മുടെ മാനേജ്മെന്റ് ഡിസിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ, വോട്ടിംഗ് റൈറ്റിലൂടെ. ശരിയാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ട്, വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 3 പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഓൾവേസ് റിസീവ് എ ഹയർ ഡിവിഡൻഡ് ദാൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ശരിയാണോ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും ഓൾവേസ് റിസീവ് ഹയർ ഡിവിഡൻഡ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്. ചിലപ്പോൾ അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം, ഡിപ്പെൻഡിങ് ഓൺ ദി കമ്പനീസ് പ്രോഫിറ്റ്. കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ കുറവായിരിക്കും എന്തെന്ന് പറയുന്നത്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വരുന്നത് എന്ന് പറയുന്നത്. അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് കുറവാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ കൂടുതൽ ആർക്ക് കിട്ടും, ചിലപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. ചിലപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിയില്ല എന്നും വരാം അല്ലേ. കമ്പനിയുടെ പ്രോഫിറ്റ് അത്രയും കുറവാണെങ്കിൽ കിട്ടിയില്ല എന്നും വരാം. പക്ഷേ എപ്പോഴും കൂടുതലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡിപ്പെൻഡിങ് ഓൺ ദി കമ്പനീസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. ഏതൊക്കെയാണ്, 1ഉം 3ഉം ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ നോക്കുമ്പോൾ 1 and 3 only. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1 and 3 only. ഇത്രയാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. 5 ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ തെറ്റിപ്പോകാതെ തന്നെ പഠിക്കുക. കോൾസിൻ അരിയർ പഠിക്കുക. അതുപോലെ തന്നെ റിസർവ് ക്യാപിറ്റൽ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വൈൻഡിങ് അപ്പിന്റെ ടൈമിലാണ് റിസർവ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.